എൻ്റെ ചിന്ത എന്ന് പറയുന്നത് പൈസ ഉള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്, അവർ വെൽ സെറ്റിൽഡാണ്, എല്ലാം സുഖമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൈസ ഇല്ലാത്തവർക്കാണ് ഏറ്റവും പ്രശ്നമുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്ക് വലിയ അറിവും ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ഇടിച്ചു ഒരു അവസ്ഥ ഒന്നും കർത്താവായി. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് എന്നെ കാണാൻ വരും. അവർ കാണാനും സംസാരിക്കാനും പ്രാർത്ഥന സഹായം പല കാര്യങ്ങളും പറഞ്ഞ് വരാറുണ്ട്. അപ്പോഴല്ല മനസ്സിലാവുന്നത് ഈ പൈസ ഉണ്ടെന്ന് പറയണവരൊക്കെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും മരിച്ച പോലെ. അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും വളരെ മോശം കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ കലികാലം എന്ന് പറഞ്ഞ പോലെ ബാക്കി എല്ലാ രീതിയിലും അവർക്ക് ഒരു പക്ഷേ പൈസ ഉണ്ടാവാം, ജോലി ഉണ്ടാവാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റ ഒരാൾക്കും സമാധാനമില്ല പല കാര്യങ്ങളിലും. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവാം, കൊച്ചു കുട്ടികൾ വരെ ഡിപ്രഷൻ വരുന്ന അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഡിപ്രഷനും പല കാര്യങ്ങളും അവസാനം നമ്മൾ എത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. പക്ഷെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം റോമ 1:28 പറഞ്ഞ പോലെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അവിടുന്ന് അവരെ അധമവികാരങ്ങൾക്കും വിരോചിത പ്രവൃത്തികൾക്കും വിട്ടുകൊടുത്തു. നമ്മളാ ദൈവത്തെ, സത്യദൈവത്തെ നമ്മൾ അംഗീകരിക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മൾ ചതിക്കപ്പെട്ടു പോകും. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ കർത്താവിനെ നമുക്ക് മനസ്സിലാവണില്ല. നമ്മുടെ ആശ്രയം ബലം ഒന്നില്ലെങ്കിൽ പണം, അല്ലെങ്കിൽ സ്വത്ത്, സമ്പാദ്യം, അല്ലെങ്കിൽ മക്കൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബലവും നമ്മുടെ കാര്യങ്ങളും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്? ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആകപ്പാടെ ജന്മന എനിക്ക് മനസ്സിലായൊരു കാര്യം, യേശുക്രിസ്തുവിനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ.